പീപ്പിൾ എക്സ്ക്ലൂസീവ് മദ്യനയത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇരട്ടത്താപ്പ് പുറത്ത് മദ്യവർജനമാണ് കേരളത്തിൽ പ്രായോഗികമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മദ്യാസക്തിയുള്ള കേരളത്തിൽ മദ്യം നിരോധിച്ചാൽ വ്യാജമദ്യം ഒഴുകുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്ന വീഡിയോ വൈറലാകുന്നു. ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. താൻ മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് വി എസ് അച്യുതാനന്ദൻ. ഭാവി മുഖ്യമന്ത്രി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും പറയാത്ത വാക്കുകൾ വായിൽ തിരികെ കയറ്റാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമം തെമ്മാടിത്തരമെന്നും വി എസ് പ്രതികരിച്ചു. ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. ഞാൻ എന്നെ വന്ന് കണ്ട മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാവി മുഖ്യമന്ത്രിയാകുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും എന്നാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലയിലാണല്ലോ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ വായിലേക്ക് തന്നെ തിരിച്ച് തള്ളിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞ നിങ്ങളുടെ കൂട്ടുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് വി എസ് അച്യുതാനന്ദന്റെ ചുട്ട മറുപടി. ചാരക്കേസിൽ കരുണാകരനെ പുകച്ച് പുറത്തു ചാടിച്ച നീക്കങ്ങൾ പൂർണ്ണമായും മറന്നുപോയ മട്ടിലാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് വി എസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ലാവ്ലിൻ കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ തന്റെ നിലപാടിലും മാറ്റമില്ലെന്ന് വി എസ് ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെയും മുന്നണിയുടെയും സീനിയർ നേതാവായ പിണറായി വിജയനെതിരെ പ്രസംഗിച്ച് ധർമ്മടത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി വേറെ ആളെ അന്വേഷിക്കണമെന്ന് വി എസ് പരിഹസിച്ചു. ടി പി ചന്ദ്രശേഖരൻ വധം അങ്ങേയറ്റം അപലപനീയമാണെങ്കിലും RMB ഉപയോഗിച്ച് UDF നടത്തുന്ന രാഷ്ട്രീയ കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ തന്നെ കിട്ടില്ലെന്നും വി എസ് പറഞ്ഞു. ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമല്ലെന്നും ആ നില തുടരുകയും ചെയ്യുമെന്നും വി എസ് വ്യക്തമാക്കി. ഒരു വിഭാഗം മാധ്യമങ്ങൾ UDF അഴിമതി ഭരണത്തിന്റെ സംരക്ഷകരായി മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി LDF അധികാരത്തിലെത്തും. BJP സംസ്ഥാനത്ത് ഒരു സീറ്റിലും വിജയിക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ LDFന് അനുകൂലമായ ശക്തമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴും UDFന്റെ അഴിമതി ഭരണം നിലനിർത്താൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ വൃഥാശ്രമം നടത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIMും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ നിരന്തരം ശ്രമം നടത്തുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ നടത്തുന്ന ഈ കള്ളപ്രചാരണം പാർട്ടിയും VSും ഒരേ സ്വരത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് കോടിയേരി പറഞ്ഞു. അത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ചോദ്യം ചോദിച്ച് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാവും ചില മാധ്യമ പ്രവർത്തകന്മാർക്ക്. അവരുടെ ഇത്തവണത്തെ ഉദ്ദേശം CPMനകത്ത് ഇപ്പോൾ ഏറ്റവും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. എല്ലാ പാർട്ടി മെമ്പറും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ദിവസേന ഒരു കഥയുണ്ടാക്കി ഈ ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണത്തെ നിങ്ങൾക്ക് രക്ഷിക്കണം. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ആ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ ഇതിനകത്ത് എന്നെ വലിച്ചു വെക്കേണ്ട കാര്യമില്ലാതെ നിങ്ങൾ തന്നെ ആ വ്യവസായം തുടർന്നാൽ മതി. അത് VSും പിണറായിയും പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണ നടക്കൂല. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കില്ല. BJP ജയിക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന മഞ്ചേശ്വരത്തുൾപ്പെടെ LDF വിജയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭൂരിപക്ഷം നേടിയ 4 മണ്ഡലങ്ങളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ഒന്നാം സ്ഥാനത്താണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം LDF തന്നെ വിജയിക്കും. കേരളത്തിൽ BJP ജയിക്കുന്ന ഒരു മണ്ഡലവും ഇത്തവണയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. പാർലമെന്റ് ഇലക്ഷനിൽ 4 മണ്ഡലത്തിൽ കേരളത്തിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു. ആ 4 മണ്ഡലങ്ങളിലും തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയാണ് വിജയിച്ചിരിക്കുന്നത്. നേമം, തിരുവനന്തപുരം, ഉദുമ, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ UDFും BJPയും തമ്മിൽ രഹസ്യധാരണയിലാണ് മത്സരമെന്നും കോടിയേരി ആരോപിച്ചു. മദ്യത്തിനെതിരെ ആത്മാർത്ഥതയുള്ള സമീപനം LDFന് തന്നെയാണ്. മദ്യ ഉപഭോഗം കുറയ്ക്കലാണ് LDF നയം. എന്നാൽ
അടച്ചിട്ട ബാറുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാക്കി മാറ്റി വീണ്ടും ബാറുകൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്ന നയമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെതെന്ന് കോടിയേരി പറഞ്ഞു. 1500 കോടി രൂപയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കേരളത്തിന് അധികം വിട്ടു. ഗവൺമെന്റിന് 850 കോടി രൂപ അധികം ടാക്സ് കിട്ടി. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനം. ഒരാളെ പോലും മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ നയം കൊണ്ട് സാധിച്ചോ? ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സർക്കാർ 5 വർഷക്കാലവും കർഷകരെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പിണറായി വിജയൻ. റബ്ബർ സംഭരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പിണറായി പറഞ്ഞു. അടൂരിലെ LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. 2011 UDFനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച കർഷകരുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ. അവരോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി, എന്താ നിങ്ങൾ അനുഭവിച്ചത്, എങ്ങനെയാണ് UDFനെ കാണുന്നത്? അവർ രോഷം കൊണ്ടങ്ങനെ പൊട്ടിത്തെറിക്കും. പലരും പരസ്യമായി പറയും ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു അക്കടി പറ്റാനുണ്ടോ? നല്ല രീതിയിൽ കാർഷിക വൃത്തിയിൽ ജീവിച്ചു പോകുന്നവരല്ലേ കർഷകർ. അവരുടെ ജീവിതമല്ലേ തകർത്ത് കളഞ്ഞു. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് വിമതൻ PK രാഗേഷ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും രാഗേഷ് പറഞ്ഞു. നമ്മൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രചരണമായി മുന്നോട്ട് പോകൂ. പ്രത്യേകിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവസാന സമയം മാത്രമേ ചിഹ്നം കിട്ടുകയുള്ളൂ. അപ്പോൾ ചിഹ്നം കൂടി ലഭിച്ചതിന് ശേഷമുള്ള പ്രചരണം ആരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കെ സുധാകരനും സുരേന്ദ്രനുമാണ്, ഒരു സംശയവുമില്ല. കണ്ണൂർ പ്രഖ്യാപിക്കാത്തതിൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്മുടെ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കനയ്യകുമാർ അടക്കമുള്ള JNU വിദ്യാർത്ഥികൾക്കെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയെന്ന കേസിൽ 3 മാധ്യമങ്ങൾക്കെതിരെ ദില്ലി പോലീസ് കേസെടുത്തു. സി ന്യൂസ്, ടൈംസ് നൗ, ന്യൂസ് എക്സ് എന്നീ ചാനലുകൾക്കെതിരെയാണ് കേസെടുത്തത്. ഫെബ്രുവരി 9 JNUവിൽ നടന്ന കൺട്രി വിത്തൌട്ട് പോസ്റ്റ് ഓഫീസ് സെമിനാറിനിടെ കന്നയ്യകുമാർ, ഉമർ ഖാലിദ് എന്നീ വിദ്യാർത്ഥികൾ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച 3 ചാനലുകൾക്കെതിരെയാണ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സി ന്യൂസ്, ന്യൂസ് എക്സ്, ടൈംസ് നൗ എന്നീ ചാനലുകൾക്കെതിരെയാണ് CRPC 200 വകുപ്പുകളിൽ ദില്ലി സർക്കാർ നിർദ്ദേശപ്രകാരം പോലീസ് കേസ് ചുമത്തിയിരിക്കുന്നത്. ഹൈദരാബാദ് ഫോറൻസിക് ലാബിലെ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ഈ വീഡിയോകൾ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് തെളിഞ്ഞിരുന്നു. ഈ വിദഗ്ധ പരിശോധനാ റിപ്പോർട്ട് ജുഡീഷ്യൽ അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് മുമ്പാകെ കൈമാറി. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്ന ശബ്ദശകലങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തതെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. ഈ വ്യാജ വീഡിയോകളുടെ പശ്ചാത്തലത്തിലാണ് ദില്ലി പോലീസ് JNU വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തീഹാർ ജയിലിൽ അടച്ചത്. ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ സഹായി ശില്പി തിവാരിയുടെ URL അഡ്രസ്സിൽ നിന്നാണെന്ന് തെളിഞ്ഞിരുന്നു. കേസ് തിങ്കളാഴ്ച ദില്ലി പാട്യാല ഹൗസ് കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് DCC അധ്യക്ഷൻ KC അബുവിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് നല്ലളം പോലീസ് കേസെടുത്തു. ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 125 അനുസരിച്ച് മതസാമുദായിക സ്പർദ്ധയും വർഗീയ ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന പ്രസംഗം നടത്തിയെന്നാണ് കേസ്. ബേപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആദം മുൽസിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് കാണിച്ച് BJP സ്ഥാനാർത്ഥി നൽകിയ പരാതിയിലാണ് നല്ലളം SI റിയാസ് ജാഗിരി കേസ് രജിസ്റ്റർ ചെയ്തത്. വിവാദ സന്യാസി സന്തോഷ് മാധവിന് ഭൂമി അനുവദിച്ചതിന് പിന്നിൽ വ്യവസായ വകുപ്പാണെന്ന് വ്യക്തമാക്കുന്ന മന്ത്രിസഭാ കുറിപ്പ് പുറത്ത്. 127 ഏക്കർ ഭൂമിക്ക് ഭൂപരിധി ഇളവ് നൽകണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പിന്നീട് തീരുമാനം വിവാദമായപ്പോൾ പിൻവലിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ഫെബ്രുവരി 25 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ വകുപ്പ് വച്ച കുറിപ്പാണ് പുറത്തു വന്നത്. സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ കൃഷി പ്രോപ്പർട്ടീസ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് കുറിപ്പിലെ ആവശ്യം. സ്വകാര്യ മേഖലയിൽ IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിക്കണമെന്ന വ്യവസായ വകുപ്പിന്റെ ആവശ്യം മന്ത്രിസഭ അതേപടി അംഗീകരിക്കുകയായിരുന്നു. വൈക്കത്തെ സമൃദ്ധി പ്രൊജക്ടിന് IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിധി ഇളവ് നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ കൃഷി പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഇളവ് അനുവദിക്കണമെന്നും വ്യവസായ വകുപ്പിന്റെ കുറിപ്പിൽ പറയുന്നു. ആവശ്യം മന്ത്രിസഭ അംഗീകരിച്ചതോടെ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ 95.44 ഏക്കറും കൊടുങ്ങല്ലൂരിൽ 32.41 ഏക്കറും അനുവദിച്ച് മാർച്ച് 2 സർക്കാർ ഉത്തരവിറങ്ങി. 127 ഏക്കർ നെൽവയൽ നികത്തുന്നതിന് സന്തോഷ് മാധവന് നൽകിയ അനുമതി വിവാദമായതോടെ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വിജയം ഉറപ്പിക്കാനായി മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN സീമയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി വോട്ടർമാർക്ക് മുന്നിൽ എത്തിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TN സീമയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകുക, വിജയിപ്പിക്കുക. ഈ അഭ്യർത്ഥന നടത്തുന്നത് മറ്റാരുമല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി. ഇങ്ങനെ വോട്ടഭ്യർത്ഥന നടത്തുന്നതാകട്ടെ തന്റെ പ്രിയ സുഹൃത്തിനു വേണ്ടിയും. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള താൻ ആദ്യമായാണ് രാഷ്ട്രീയ പ്രചരണത്തിന് ഇറങ്ങുന്നതെന്നും അത് പ്രിയ സുഹൃത്ത് TN സീമയ്ക്ക് വേണ്ടിയായതിനാൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം സാധാരണഗതിയിൽ എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ വ്യക്തമായ നിലപാടുകളുണ്ട്, ഏത് പാർട്ടിയെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന്. ആദ്യമായിട്ട് ഇറങ്ങുന്നത് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ TN സീമയ്ക്ക് വേണ്ടി. അത് സുഹൃത്ത് എന്നതിലുപരി നല്ലൊരു രാഷ്ട്രീയ നേതാവായിരിക്കും. തീർച്ചയായിട്ടും യാതൊരുവിധ അഴിമതി ആരോപണങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഒരു സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഒരു ആവശ്യമാണ്. പ്രചരണത്തിൽ ഭാഗ്യലക്ഷ്മി എത്തിയതിലുള്ള സന്തോഷം LDF സ്ഥാനാർത്ഥി TN സീമയും പങ്കുവച്ചു. ഞങ്ങൾ ഏതാണ്ട് എല്ലാ പ്രദേശത്തും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ വീടുകളടക്കം സന്ദർശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ഭാഗ്യലക്ഷ്മി ഈ പ്രചരണത്തിൽ പങ്കാളിയാകാൻ വരാം, വലിയ തിരക്കുള്ള ഇതിനിടയിലും വരാമെന്ന് പറഞ്ഞത് വളരെ സന്തോഷം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ സുഹൃത്തുക്കളുടെയും അഭ്യുതകാംക്ഷികളുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ കഴിയുന്നത്രയും ഇടങ്ങളിൽ തന്റെ സുഹൃത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥന നടത്തിയാകും ഭാഗ്യലക്ഷ്മി മടങ്ങുക. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ. കൈരളി TV USA-യും ന്യൂയോർക്കിലെ കേരള സെന്ററും സംയുക്തമായി കേരള ഇലക്ഷൻ 2016 ഡിബേറ്റ് സംഘടിപ്പിച്ചു. പാടങ്ങളും തണ്ണീർത്തടങ്ങളും കാശ് വാങ്ങി പതിച്ചു കൊടുക്കുകയും വീടുകൾ മദ്യശാലയാക്കുകയും ചെയ്ത ഗവൺമെന്റിനെ ജനം തൂത്തെറിയുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടി. മുമ്പെങ്ങും ഇല്ലാത്ത വികസനത്തിന്റെ പാത തെളിയിച്ച ഗവൺമെന്റാണ് UDF-ന്റേതെന്ന് മറ്റൊരു വിഭാഗവും അവകാശപ്പെട്ടു. കൈരളി TV ന്യൂയോർക്ക് പ്രതിനിധി ജോസ് കടാപ്പുറം മോഡറേറ്ററായ ഡിബേറ്റിൽ നിരവധി പേർ പങ്കെടുത്തു. കോന്നി പെൺകുട്ടികളുടെ ദുരൂഹമരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുന്നു. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം CBI കേസ് അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തുവരൂ എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായിരുന്ന ആതിരയും ആര്യയും രാജിയും ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് 9 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇവരുടെ ദുരൂഹമരണത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ഇവർ വീട് വിട്ടിറങ്ങുകയും ആത്മഹത്യ ചെയ്തുവെന്നുമാണ് റിപ്പോർട്ട്. ആത്മഹത്യാ സൂചന നൽകുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് സന്ദേശങ്ങളും ഇതിന് തെളിവായി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടികളുടെ ബന്ധുക്കൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി കേസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം CBI കേസ് ഏറ്റെടുത്താൽ മാത്രമേ യഥാർത്ഥ മരണകാരണം പുറത്തുവരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ. നമുക്ക് പോലീസ് അന്വേഷണം, അതായത് കോടതിയിൽ നിന്ന് കിട്ടിയ പേപ്പറുകൾ അനുസരിച്ച് പോലീസ് അന്വേഷണം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ളതാണ്. അത് നമുക്കത്ര സ്വീകാര്യമല്ല. നമുക്ക് CBI അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ മേളിലോട്ടുള്ള ഏതെങ്കിലും കോടതി സമീപിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അന്വേഷണ റിപ്പോർട്ട് ആത്മഹത്യയാണെന്ന് കാണിച്ച് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അലയുന്നുണ്ട്. പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് പറയുന്ന പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി 3 ദിവസം എന്തിന് കാത്തിരുന്നു എന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. എന്തിനാണ് 2 തവണ ഇവർ ബാംഗ്ലൂരിൽ പോയത് എന്ന് രണ്ടാമത്തെ ചോദ്യം. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ വിജിലൻസിന്റെ ഒളിച്ചുകളി തുടരുന്നു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 മാസം വേണമെന്ന് വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ വിജിലൻസിന്റെ ആവശ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. 15 സാക്ഷികളെയും 50 രേഖകളും പരിശോധിക്കാനുള്ളതിനാലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലതാമസമെന്ന് വിജിലൻസ് കോടതിയിൽ അറിയിച്ചു. വെള്ളാപ്പള്ളിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിജിലൻസ് തന്നെ 4 മാസം മുൻപ് കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അന്വേഷണം മന്ദഗതിയിലായതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. കേസ് തിരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാനായി കോടതി മാറ്റി.
RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് ഭാസ്കര കുമ്പളയ്ക്ക് ആയിരങ്ങളുടെ സ്മരണാഞ്ജലി. ഭാസ്കര കുമ്പളയുടെ 19ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം കാസർഗോഡ് കുമ്പളയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. യുവജന പരേഡ്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഭാസ്കര കുമ്പളയെ BJP RSS നരാധന്മാർ കൊലപ്പെടുത്തിയെങ്കിലും ആ ഓർമ്മ ഈ തുളുനാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എക്കാലവും മറക്കാത്ത ധീരമായ ഒരു ശക്തിയായി നിലകൊള്ളുന്നു. അത് കുമ്പളയിൽ മാത്രമല്ല, ഈ തുളുനാടിന്റെ ഹൃദയത്തിൽ ഭാസ്കര കുമ്പള എന്ന് പറയും.